കടലിന് കുറുകെ ഒരു ഡാം പണിതാൽ എങ്ങനെയുണ്ടാകും? പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് വലിയൊരു മണ്ടത്തരമായി തോന്നിയേക്കാം. പക്ഷേ കഴിഞ്ഞ 50 വർഷത്തോളമായി ഇന്ത്യ അത്തരത്തിൽ കടലിന് കുറുകെ ഒരു ഡാം പണിയാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതായത് ഗുജറാത്തിൻ്റെ തീരത്തുള്ള കമ്പാത്ത് ഉൾക്കടലിൽ അഥവാ ഗൾഫ് ഓഫ് കമ്പാത്തിൽ അറബിക്കടലിൻ്റെ ഒരു വലിയ ഭാഗം തടഞ്ഞു നിർത്തി അതിനെ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാക്കി മാറ്റാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പുതുക്കിയ ഡിസൈൻ അനുസരിച്ച് കടലിലൂടെയുള്ള ഡാമിന് 26.7 കിലോമീറ്റർ നീളമുണ്ട്. അതോടൊപ്പം 33 കിലോമീറ്ററോളം കരയിലൂടെയും കടന്നുപോകുന്നു. അങ്ങനെ മൊത്തം 60 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു കോറിഡോറാണിത്. ഇതിന് ഏകദേശം 1.33 ലക്ഷം കോടി രൂപ, ഏകദേശം $14 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കടൽ മേഖലയെയാണ് ഈ പദ്ധതിക്ക് നേരിടേണ്ടത്. 1975 ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെക്കപ്പെടുന്നത്. കൽപ്പസാർ എന്നാണ് ഈ പ്രൊജക്റ്റ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് എന്തായെന്നും ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന ഈ പ്രൊജക്റ്റ് ഇന്ത്യ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഗുജറാത്തിൻ്റെ ഭൂപ്രകൃതിയിൽ തന്നെ ജലക്ഷാമത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖല എപ്പോഴും കടുത്ത വരൾച്ച നേരിടുന്ന ഒരിടമാണ്. അവിടെ പുഴകൾ വളരെ കുറവാണ്. മഴയാണെങ്കിൽ എപ്പോൾ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ശുദ്ധജലം കിട്ടാൻ അവിടെ വേറെ വഴികളൊന്നുമില്ല. അതേസമയം തൊട്ടപ്പുറത്തുള്ള ഉൾക്കടലിലേക്ക് നർമ്മദ, മാഹി, സബർമതി, ദാദർ എന്നീ പ്രധാന നദികൾ ഭീമമായ അളവിൽ ശുദ്ധജലം ഒഴുക്കിവിടുന്നുണ്ട്. എന്നാൽ ആ വെള്ളം കടലിലെ ഉപ്പുവെള്ളവുമായി കലർന്ന് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ കൽപ്പസാർ ഡാമിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് ആ ശുദ്ധജലം കടലിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ അത് ശേഖരിക്കണം. ഉൾക്കടലിന് കുറുകെ ഈ ഡാം പണിയുന്നതിലൂടെ നദികളിൽ നിന്നുള്ള വെള്ളം കരയോട് ചേർന്ന ഭാഗത്ത് തടഞ്ഞു നിർത്താൻ ഇന്ത്യക്ക് സാധിക്കും. കാലക്രമേണ ഇങ്ങോട്ടെത്തുന്ന ശുദ്ധജലം അവിടുത്തെ ഉപ്പുവെള്ളത്തെ തള്ളി പുറത്താക്കുകയും ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 800 കോടി ഘനമീറ്റർ സംഭരണശേഷിയുള്ള വലിയൊരു റിസർവോയർ രൂപപ്പെടുകയും ചെയ്യും. ആ വെള്ളം ഉപയോഗിച്ച് 10 ലക്ഷത്തിലധികം ഹെക്ടർ കൃഷിഭൂമി നനയ്ക്കാം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാം. കൂടാതെ വ്യവസായങ്ങൾക്കും ഉപയോഗിക്കാം. ചില പ്ലാനുകൾ നോക്കിയാൽ ഈ ഡാമിൽ നിന്ന് സൗരോർജ്ജവും കാറ്റാടി യന്ത്രങ്ങളും വഴി വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ സൗരാഷ്ട്രയിൽ നിന്ന് തെക്കൻ ഗുജറാത്തിലേക്ക് പോകാൻ 240 കിലോമീറ്റർ ചുറ്റിപ്പോകുന്നതിന് പകരം ഈ ഡാമിന് മുകളിലൂടെ വെറും 60 കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റുന്ന റോഡും പണിയാം. അതായത് ഒരൊറ്റ ഡാം കൊണ്ട് കുടിവെള്ളവും വെളിച്ചവും യാത്രാ സൗകര്യവും ഒന്നിച്ചു കിട്ടും. പക്ഷേ കമ്പാത്ത് ഉൾക്കടൽ എന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭൂമിയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരിടമാണ്. ഈ ഉൾക്കടൽ ഒരു ചോർപ്പിൻ്റെ അഥവാ ഫണൽ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഭാഗത്ത് 180 കിലോമീറ്ററോളം വീതിയുള്ള വിശാലമായ വശവും വടക്കോട്ട് പോകുന്തോറും വീതി പെട്ടെന്ന് കുറഞ്ഞു വരുന്ന അവസ്ഥയുമുണ്ട്. കടൽ വെള്ളം ഇങ്ങനെ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് ശക്തമായി ഇരച്ചു കയറുമ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് ഉയരുകയല്ലാതെ വേറെ വഴിയില്ല. അതിൻ്റെ ഫലമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേലിയേറ്റ വേലിയിറക്കങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദിവസം 2 നേരം കടൽ വെള്ളം 11 മീറ്ററോളം വരെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. മിക്ക തീരങ്ങളിലും വേലിയേറ്റ വ്യത്യാസം 1 മുതൽ 3 മീറ്റർ വരെ മാത്രമാണ്. അതിനാൽ തന്നെ ഈ വേലിയേറ്റങ്ങൾ കടുത്ത ഒഴുക്കാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ദിവസത്തിൽ 2 തവണ വൻതോതിൽ വെള്ളം ഉയർന്ന വേഗതയിൽ ഒഴുകിപ്പോവുകയും അതിലൂടെ വലിയ അളവിൽ ചെളിയും എക്കലും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഉൾക്കടൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂകമ്പങ്ങളെ ഒഴിവാക്കാനായി കടലിലൂടെയുള്ള ഡാമിൻ്റെ നീളം പിന്നീട് കുറച്ചത്. ശക്തമായ വേലിയേറ്റം, കടുത്ത ഒഴുക്ക്, ചെളി, ഭൂകമ്പ സാധ്യത എന്നിവയൊക്കെ കൊണ്ടാണ് ഈ പദ്ധതി 50 വർഷത്തോളം പേപ്പറിൽ മാത്രം ഒതുങ്ങി നിന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഡാം തകർന്നാലുള്ള പ്രത്യാഘാതം എന്താണെന്ന് ഗുജറാത്തിന് വ്യക്തമായി അറിയാം. 1979 ഗുജറാത്തിലെ മോർബി ജില്ലയിലുള്ള മച്ചുറ്റു ഡാം ശക്തമായ മഴയെ തുടർന്ന് തകർന്നു വീണിരുന്നു. വെറും 20 മിനിറ്റിനുള്ളിൽ ഒരു വലിയ വെള്ളപ്പാച്ചിൽ താഴെയുള്ള ടൗണിനെ പൂർണ്ണമായി വിഴുങ്ങി. മരണസംഖ്യ ആയിരക്കണക്കിന് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ ഡാം ദുരന്തങ്ങളിലൊന്നായിരുന്നു. ഇവിടെയാണ് നെതർലാൻഡ്സിൻ്റെ പ്രസക്തി വരുന്നത്. കടലിനെ തടഞ്ഞു നിർത്തി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നെതർലാൻഡ്സിനോളം അനുഭവസമ്പത്തുള്ള മറ്റൊരു രാജ്യവും ഈ ലോകത്തില്ല. അവിടുത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി ഡൈക്കുകളും ബാരിയറുകളും നിർമ്മിച്ച് ഡച്ചുകാർ അതിജീവിച്ചു. 1932 നിർമ്മാണം പൂർത്തിയാക്കിയ
32 കിലോമീറ്റർ നീളമുള്ള അഫ്സ്ലൂയിറ്റ്ജിക് എന്ന ഡാമാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. നോർത്ത് സീയുടെ ഒരു ഭാഗം അടച്ച് അവർ അതിനെ ഒരു ശുദ്ധജല തടാകമാക്കി മാറ്റി. കൽപ്പസാറിൻ്റെ ആശയവും ഇതും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഉപ്പുവെള്ളമുള്ള കടലിടുക്ക് അടയ്ക്കുക, അതിനെ ശുദ്ധജലമാക്കുക, പിന്നിലുള്ള കരയെ സംരക്ഷിക്കുക. ഇതാണ് ആശയം. ഡച്ചുകാർ ഇത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ് ചെയ്തതാണ്. കൽപ്പസാറിൻ്റെ കടലിലൂടെയുള്ള ഭാഗത്തിന് ഇപ്പോൾ മുൻപേ പറഞ്ഞ നെതർലാൻഡ്സിൻ്റെ ഡാമിൻ്റെ അത്രത്തോളം തന്നെ നീളമുണ്ട്. എന്നാൽ ഇവിടെ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ അതിലും ഉയർന്ന വേലിയേറ്റങ്ങളെ നേരിടേണ്ടതുണ്ട്. കൂടാതെ ഡച്ചുകാർക്ക് നേരിടേണ്ടി വരാത്ത ഒരു ഭീഷണി കൂടി ഇവിടെയുണ്ട്. അതാണ് ട്രോപ്പിക്കൽ ചുഴലിക്കാറ്റുകൾ. അഫ്സ്ലൂയിറ്റ്ജിക് സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ നോർത്ത് സീയിലാണ്. എന്നാൽ കമ്പാത്ത് ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് വലിയ വേലിയേറ്റങ്ങൾക്ക് മുകളിലേക്ക് കൊടുങ്കാറ്റുകളെ കൂടി തള്ളിവിടുന്ന അറബിക്കടൽ ചുഴലിക്കാറ്റുകളുടെ പാതയിലാണ്. 2026 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് സന്ദർശിച്ച വേളയിൽ 50 വർഷമായി കടലാസിൽ ഒതുങ്ങി നിന്ന കൽപ്പസാർ പദ്ധതിക്ക് ആഗോളതലത്തിലുള്ള സാങ്കേതിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. തീരദേശ എഞ്ചിനീയറിംഗിലും വേലിയേറ്റ ബാരിയറുകളിലുമുള്ള ഡച്ച് വൈദഗ്ധ്യം ഇന്ത്യയുടെ ഈ വലിയ ജലപദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് അഥവാ DPR 2025 അവസാനത്തോടെ അന്തിമഘട്ടത്തിലെത്തിയിരുന്നു. 2026 മെയ്യിൽ ഗുജറാത്ത് സർക്കാർ പരിസ്ഥിതി അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചു. അതിൽ പുതുക്കിയ ചെലവ് 1.33 ലക്ഷം കോടി രൂപ, ഏകദേശം $14 ബില്യൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50 വർഷത്തിന് ശേഷം കൽപ്പസാർ ഒടുവിൽ ആശയത്തിൽ നിന്ന് നിർമ്മാണ ഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങി. പക്ഷേ നിർമ്മാണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതും അത് യഥാർത്ഥത്തിൽ പടുത്തുയർത്തുന്നതും രണ്ടാണ്. കമ്പാത്ത് ഉൾക്കടൽ അണകെട്ടി തടയുന്നത് അവിടുത്തെ അപൂർവ സമുദ്ര പരിസ്ഥിതിയെയും വൻതോതിലുള്ള മത്സ്യസമ്പത്തിനെയും പൂർണ്ണമായി മാറ്റിമറിക്കും. ഡാം നിർമ്മിക്കുന്നത് വെള്ളത്തിലെ ഉപ്പുരസത്തിൻ്റെ അളവ് മാറ്റുകയും മീനുകളുടെ സഞ്ചാരപാത തടസ്സപ്പെടുത്തുകയും തീരദേശ പരിസ്ഥിതിയെ വിപരീതമായി ബാധിക്കുകയും ചെയ്തേക്കാം. കൂടുതൽ പഠനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻപത്തെ ചില റിവ്യൂ കമ്മിറ്റികൾ ഇതിൻ്റെ മുൻ പതിപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രശ്നം കൂടി ഈ വെള്ളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ തടാകത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന സബർമതി, മാഹി എന്നീ നദികൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കടുത്ത വ്യാവസായിക മലിനീകരണമുള്ള നദികളിൽ പെട്ടതാണ്. മാലിന്യങ്ങൾ നിറഞ്ഞ ഈ നദീജലം അണകെട്ടി നിർത്തിയാൽ വെള്ളം താനെ വൃത്തിയാകില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. കൂടാതെ തടാകത്തിൽ പുതിയ ശുദ്ധജലം നിറയുമ്പോൾ അവിടുത്തെ നിലവിലുള്ള ഉപ്പുവെള്ളം കടലിലേക്ക് തന്നെ തള്ളേണ്ടി വരും. ഇങ്ങനെ കടുത്ത ഉപ്പുരസമുള്ള വെള്ളം വലിയ അളവിൽ അറബിക്കടലിലേക്ക് ഒഴുക്കുന്നത് അവിടെയുള്ള സമുദ്രജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഡെഡ് സോണുകൾ ഉണ്ടാക്കിയേക്കാം. കടൽ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ഡച്ചുകാർ പഠിച്ചു. എന്നാൽ അണക്കെട്ടിനുള്ളിലെ മലിനീകരണത്തെയും കടുത്ത ഉപ്പുവെള്ളത്തെയും നിയന്ത്രിക്കുക എന്നത് തികച്ചും വ്യത്യസ്തവും കോംപ്ലിക്കേറ്റഡുമായ ഒരു വെല്ലുവിളിയാണ്. ഇതിന് മറ്റൊരു തന്ത്രപ്രധാനമായ വശം കൂടിയുണ്ട്. ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളുടെ ഉറവിടം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അത് ഇന്ത്യക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. എന്നാൽ കൽപ്പസാർ വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ ഭീമമായ ഒരു ശുദ്ധജല ശേഖരം ഇതോടെ നിലവിൽ വരും. അയൽരാജ്യങ്ങൾ നദീജലത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തമായി ഇങ്ങനെയൊരു ശേഖരം ഉണ്ടാകുന്നത് ഗുജറാത്തിലെ കൃഷിക്കപ്പുറം വലിയൊരു തന്ത്രപ്രധാന മൂല്യമുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് ചെലവും സമയവുമാണ്. പഴയ കണക്കുകൾ 1 ലക്ഷം കോടിയോളമായിരുന്നു. 2026 ആയപ്പോഴേക്ക് ഔദ്യോഗിക കണക്ക് 1.33 ലക്ഷം കോടിയായി ഉയർന്നു. അനുമതി ലഭിച്ചാൽ 8 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ഗുജറാത്ത് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതൊരു 15 വർഷമെങ്കിലും എടുക്കുമെന്നും 2030കളുടെ മധ്യത്തോടെയേ പൂർത്തിയാകൂ എന്നുമാണ് മറ്റു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 5 വർഷത്തോളം വൈകിയ വിഴിഞ്ഞം പോർട്ട് പോലെ ഇന്ത്യയിലെ വൻകിട പ്രൊജക്റ്റുകൾ പലപ്പോഴും വൈകാറുണ്ട്. ലോകത്ത് അപൂർവമായി നടപ്പിലാക്കുന്ന ഇത്തരമൊരു വൻ കടൽ ഡാം പദ്ധതി ഇനിയും വൈകാനാണ് സാധ്യത. ഇനി പൂർത്തിയായില്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷമായി തുടരുന്നത് പോലെ ഇന്ത്യ ഭാവനയിൽ കണ്ട ഏറ്റവും വലിയ എന്നാൽ ഒരിക്കലും പണിതു തീർക്കാത്ത ഒരു പദ്ധതിയായി ഇത് അവശേഷിക്കും. ഡച്ചുകാർ 1932 അവരുടെ കടൽ അടച്ചുകെട്ടി. ഇന്ത്യ ഇപ്പോൾ അതിലും വലിയ അളവിൽ അതിലും കടുപ്പമേറിയ സാഹചര്യങ്ങളോട് പോരാടി അത് ചെയ്തു നോക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് യഥാർത്ഥത്തിൽ നടപ്പിലാകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.